Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Karan channel. The big question: Conor Gallagher, keep or sell? Now, ഈ സീസണിന്റെ തുടക്കമൊക്കെ ആയിരുന്നു ഞാൻ സംസാരിച്ചെങ്കിൽ ഞാൻ അടിച്ചമർത്തി പറഞ്ഞ ഡോണ്ട് സെൽ. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗൈ ഇൻ ദിസ് ടീം, മോസ്റ്റ് ഇംപ്രൂവ്ഡ് ഗൈ ടെക്നിക്കലി. അല്ലാണ്ട് പോച്ചിറ്റീനോ പ്രത്യേകിച്ച് കോണർ ഗാലഹറിന്റെ പെർഫോമൻസ് സീസൺ തുടക്കം മുതൽ വളരെ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ആൻഡ് ഹി ഹസ് ബീൻ ഫാന്റാസ്റ്റിക് ഫോർ ചെൽസി. ഒരു പ്രോപ്പർ ചെൽസ്, സംബഡി ഹു ബ്ലീഡ്സ് ബ്ലൂ, പ്ലേസ് ഫോർ ദ ക്ലബ്, ആ പാഷനുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്ലെയർ ആണ് കോണർ ഗാലഹർ. ആൻഡ് കൺസിഡർ സെല്ലിംഗ് ഹിം, പ്രത്യേകിച്ച് ഒരു കോബം ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അൺതിങ്കബിൾ സ്റ്റഫ്. ഒരു മെയ്സൺ മൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആ ഹൈപ്പ് കൊണ്ടുവന്ന ഒരു പ്ലെയർ ആണ്. പോരാത്തതിന് മൊറിച്ചോ പൊച്ചറ്റിനോയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഹി സ്റ്റാർട്ട്സ് ഓൾ ഗെയിം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇഞ്ചുറി ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ വിൽക്കുക എന്ന് പറയുന്നത് പോലും ചിന്തിക്കുന്നത് ഒരു കുറ്റമായിട്ട് ഞാൻ കരുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അൺടിൽ നൗ. യെസ്, സ്മോൾ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ ആസ് എ ഫുട്ബോൾ പണ്ഡിറ്റ് അല്ലെങ്കിൽ ആസ് എ ഫുട്ബോൾ അനലിസ്റ്റ് എന്റെ കംപ്ലീറ്റ് അനാലിസിസും താറുമാറാക്കി കളഞ്ഞിരിക്കുന്ന ഒരു സീസണാണ്. ഞാൻ എന്താണോ സീസണിൽ തുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ എത്തുന്നത്. ഉദാഹരണത്തിന് എൻസോ ഫെർണാണ്ടസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് എന്റെ മനസ്സിൽ ഹി വാസ് എ ഡീപ് ലൈൻ പ്ലേ മേക്കർ, പക്ഷേ മേ ബി ദാറ്റ് ഇസ് നോട്ട് ഹിസ് റൈറ്റ് പൊസിഷൻ എന്നുള്ളത് ഞാൻ മാറ്റി പറഞ്ഞു. പോച്ചിറ്റിനോനെ തുടക്കം സപ്പോർട്ട് ചെയ്തു. മേ ബി ഗോൾസ് മാത്രമായിരിക്കും നമ്മുടെ ഇഷ്യൂ, പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കി ഗോൾസ് മാത്രമല്ല, ഡിഫൻസും ഇഷ്യൂ ആണ്, മിഡ്ഫീൽഡ് ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ പല തോട്ട് പ്രോസസ്സുകളും എന്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് വിപരീതമാക്കി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫുട്ബോളിൽ നമുക്ക് എവിടെയും ഒന്നും പെർമനന്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. ആൻഡ് പ്രത്യേകിച്ച് ആസ് എ ചെൽസി ഫാൻ അല്ലെങ്കിൽ ഒരു ചെൽസി യൂട്യൂബർ, ഇറ്റ്സ് ബീൻ ക്രേസി. അതേ ഒരു ക്രേസിനെസിനോടൊപ്പം തന്നെയാണ് ഇപ്പൊ കോണർ ഗാലഹറിന്റെ സിറ്റുവേഷൻ ഇരിക്കുന്നത്. ഫാന്റാസ്റ്റിക് പ്ലെയർ, ബട്ട് എ മേജർ ഇഷ്യൂ വിത്ത് കോണർ ഗാലഹർ എന്നെ സംബന്ധിച്ച് ഈസ് ഹിസ് എന്താ പറയുക ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി അഥവാ ലാക്ക് ഓഫ് ഗോൾ സ്കോറിംഗ് ത്രെറ്റ്. ആൻഡ് അത് കോണറിനെ മാത്രമല്ല, ഹി ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. പുള്ളിക്കാരൻ എന്നെ സംബന്ധിച്ച് ഹി ഈസ് എ നമ്പർ 8 വിത്ത് മോർ ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഏറ്റെടുത്ത് കളിക്കാൻ പറ്റിയ ഒരു നമ്പർ 8 ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, ആൻഡ് പ്രത്യേകിച്ച് ഹൈ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആയിട്ടാണ് ഞാൻ കോണർ ഗാലഹറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിൽ കളിച്ചാൽ where you need a midfielder who can go up and down, win the ball, പെട്ടെന്ന് റീസൈക്കിൾ, ഒരുപാട് ക്രിയേറ്റിവിറ്റി വേണ്ട, ക്രിയേറ്റീവ് ത്രെറ്റ് വേണ്ട എന്ന തരത്തിലുള്ള റോൾ ആണെന്നുണ്ടെങ്കിൽ കോണർ ഗാലഹർ ആ റോളിൽ ത്രൈവ് ചെയ്യും. ഒന്ന്. രണ്ടാമത് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിലും കോണർ ഗാലഹർ ത്രൈവ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊസിഷൻ വെച്ച് കളിക്കേണ്ട കേസില്ല. അപ്പൊ ഈ കൗണ്ടർ അറ്റാക്കിംഗ് ത്രെറ്റിൽ ഹൈ പ്രസ് ചെയ്ത് ബോൾ ടേൺ ഓവറിൽ വിൻ ചെയ്ത് പെട്ടെന്ന് റീസൈക്കിൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് ഓടിപ്പോകുന്ന തരത്തിലുള്ള ഒരു ശൈലി ആണെന്നുണ്ടെങ്കിൽ കോണർ ഗാലഹറിന് അത് സൂട്ട് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു എന്താ പറയണേ സംശയവുമില്ല. ബട്ട് ഇഫ് യു ആർ പ്ലേയിങ് എ പൊസിഷൻ ബേസ്ഡ് ഗെയിം ആൻഡ് നിങ്ങളുടെ ഔട്ട്പുട്ട് ടീമിൽ ഒരു ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് ഔട്ട്ലെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് കൈൻഡ് ഓഫ് ഔട്ട്ലെറ്റ് ആണ്, യു നീഡ് സംബഡി ഹു ക്യാൻ ഡയറക്ട്ലി ഗോ അറ്റാക്ക് ദ പെനൽറ്റി ബോക്സ്. കോണർ ഗാലഹർ ഇസ് നോട്ട് ദാറ്റ് പ്രൊഫൈൽ. ആൻഡ് പുള്ളിക്കാരൻ ഒരു നമ്പർ 6 പ്രൊഫൈലും അല്ല, അല്ലെങ്കിൽ ഒരു ഡബിൾ പിവറ്റി കളിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈലും അല്ല കോണർ ഗാലഹർ. ആൻഡ് ചെൽസിനെ സംബന്ധിച്ച് ഇപ്പോൾ വി ഓൾറെഡി ഹാവ് എ കൈസഡോ ഹൂസ് സ്ലോട്ടഡ് ഇൻ ദാറ്റ് നമ്പർ 6. അടുത്ത സീസൺ റോമിയോ ലാവിയോ ഫിറ്റായി ഇരുന്നു കഴിഞ്ഞാൽ റോമിയോ ലാവിയോ is a natural number 6, so he fits into it. So we have Caicedo and Romeo Lavia. പിന്നെ we also have Enzo Fernandez. So Enzo Fernandezനെ ഒഴിവാക്കി ഒരു ടീമിനെ കളിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഒരു ടീം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ബോൾ ഡിസ്ട്രിബ്യൂഷൻ, ലോങ് ബോൾ റേഞ്ച് പാസ്, ത്രൂ ബോൾസ് അറ്റംപ്റ്റഡ്, കോണർ ഗാലഹർ ഹാസ് ഇറ്റ് ഓൾ. ഒരു നല്ലൊരു കോച്ചിന്റെ കീഴിൽ ഒരു ടെക്നിക്കലി പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിന്റെ കീഴിൽ ഹി വിൽ എക്സൽ എന്നുള്ള ഒരു സംശയമില്ല. ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഉള്ള സ്ഥിതിക്ക് ആൻഡ് താങ്ക്ഫുള്ളി ഗുഡ് സെലക്ഷൻ, നമുക്ക് ഇനി ഒരു 4-5 വർഷത്തേക്ക് ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് പറയാണ്ടല്ല, ഇൻക്ലൂഡിംഗ് റോമിയോ ലാവിയ. സോ വി ഹാവ് 3 പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ ഇടയിൽ ലെസ്ലി ഒഗോചോക്കോനെ വിട്ടേക്ക്, അവൻ മിക്കവാറും അടുത്ത സീസണിൽ ലോണിൽ പോകുക അല്ലെങ്കിൽ സെൽ. പോരാത്തതിന് വി ഓൾസോ ഹാവ് ആൻഡ്രേ സാന്റോസ് കമ്മിങ് ബാക്ക്. ആൻഡ് സ്ട്രാസ്ബോർഗിൽ കഴിഞ്ഞ 2 കളികളായിട്ട് ആൻഡ്രേ സാന്റോസ് ഹാസ് ബീൻ പ്ലേയിങ് റിയലി വെൽ. 2 കളികളായിട്ട് സ്ട്രാസ്ബോർഗ് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പുള്ളിക്കാരന്റെ പെർഫോമൻസും റേറ്റിംഗും വളരെ നല്ലതായിട്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടോട്ടലി 4 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദാറ്റ് റോൾ അടുത്ത സീസണിലെ കാര്യം പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വി ഹാവ് കാർണെ ചുക്വാമെക്ക ആൻഡ് എൻകുങ്കു, 2 നമ്പർ 10s.
എൻകുങ്കു മേ ബി ഒരു ഹാഫ് വിംഗർ സ്റ്റൈലിൽ നമുക്ക് കളിക്കാൻ പറ്റിയത്. സോ ഫോർ മീ കോണർ ഗാലഹർ ഡസൻ സ്യൂട്ട് ഇൻ ടു ദാറ്റ് റോൾ. ആ ഒരു നമ്പർ 10 റോൾ ഇപ്പൊ നമ്മൾ കളിക്കുന്ന സിസ്റ്റത്തിൽ ടോട്ടലി അൺഫിറ്റ് ആണ്. ആൻഡ് പ്രത്യേകിച്ച് ആൻഡ് വെരി വെരി പ്രത്യേകിച്ച് നമ്മൾ ഒരു ഭൂരിഭാഗവും 80% നമ്മൾ കളിക്കാൻ പോകുന്നത് ലോ ബ്ലോക്സ് അല്ലെങ്കിൽ മിഡ് ബ്ലോക്സിനെതിരെ ആയിരിക്കും. കാരണം നമ്മൾ ഹൈ പൊസിഷൻ വെച്ച് കളിച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദി ഒപ്പോണന്റ് ടീം വിൽ ബി മിഡ് ബ്ലോക്ക് ഓർ ലോ ബ്ലോക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ലിവർപൂൾ അല്ലെങ്കിൽ ഒരു ആർസണൽ അങ്ങനെ ഒരു ടീമിനെതിരെ നമ്മൾ എപ്പോഴും കളിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ അവിടെ കോണർ ഗാലഹറിന്റെ യൂസേ വരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഒരു നല്ല ടാലന്റഡ് നല്ലൊരു കേപ്പബിൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കുന്ന ഒരു പ്ലെയറിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ആ കൂടെ ഒരു പൊസിഷൻ നമ്പർ 10 നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കുവമൊക്കെ ഉണ്ട്, എൻകുങ്കു ഉണ്ട്. ഇവരൊക്കെ ഇൻജോർഡ് ആണെന്നുള്ളത് വേറെ കേസ്. ആൻഡ് പ്രോബബ്ലി എന്റെ ഒരു മനസ്സ് പറയുന്നു വി മൈറ്റ് സ്റ്റിൽ ഗോ ഫോർ ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇനി എൻകുങ്കു തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ പ്ലേ ഇൻ ദ വിങ്, അല്ലെങ്കിൽ അവിടെ മുഡ്രിക്കിനെ കളിപ്പിക്കാം. സോ വി ഹാവ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ആ ഓപ്ഷൻസ് കാണുന്നില്ല. ഇത്രത്തോളം പ്ലെയേഴ്സ് ഇരിക്കുന്ന സ്ഥിതിയിൽ കോണർ ഗാലഗർ അവിടെ ഇരുന്ന് ത്രൈവ് ചെയ്യില്ല. എന്നെ തോന്നുന്നില്ല കോണർ ഗാലഹർ ചെൽസിയിൽ ത്രൈവ് ചെയ്യുന്നുള്ളത്. ആ പൊസിഷൻ ഡസൻ സ്യൂട്ട് ഹിം. ഡബിൾ പിവറ്റ് മിഡ്ഫീൽഡ് ഡസൻ സ്യൂട്ട് ഹിം. സോ അൺലെസ് അൺടിൽ വി ആർ പ്ലേയിങ് ഒരു 3-3-5-2 ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലാസിക് 4-3-3 ഫോർമേഷൻ, അങ്ങനെ ഒരു കോച്ച് വരാണെങ്കിൽ മേ ബി ഹി വിൽ ത്രൈവ് ആ ഒരു റോളിൽ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിൽ നമുക്ക് ഓൾറെഡി കുറെ മിഡ്ഫീൽഡേഴ്സ് ഉള്ള സ്ഥിതിക്ക് സംവെയർ കോണർ ഗാലഹറിന് ത്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് സ്യൂട്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ ബേസ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം ആണെന്നുണ്ടെങ്കിൽ കോണർ ഗാലഹർ വിൽ ത്രൈവ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ക്ലബ്ബിൽ പോയിട്ട് രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. റൂബൻ ലോഫ്റ്റസ് AC മിലാനിൽ പോയിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോണിൽ പോയിരിക്കുന്ന ഡാട്രോ ഫൊഫാന പ്രത്യേകിച്ച് ബേൺലിക്ക് കഴിഞ്ഞ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുളിസിക് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ് ബാർക്ലി കത്തി നിൽക്കുകയാണ്, കത്തി ആ ലെവല് കത്തി. അവന്റെ പെർഫോമൻസ് ഹിസ്റ്ററി എടുത്തു നോക്ക്, എല്ലാം അബവ് 7 റേറ്റിംഗ് 8 റേറ്റിംഗ് ആണ്. അത്രയ്ക്ക് കത്തി നിൽക്കുകയാണ്. അപ്പൊ നല്ല രീതിയിലാണ് ആൾക്കാർ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് കോണർ ഗാലഹറിന്റെ കരിയറിന് വേണ്ടി, അവന്റെ നല്ല പെർഫോമൻസിന് വേണ്ടി ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഫോർ ഹിം ആൻഡ് ഫോർ ചെൽസി ടു പാർട്ട് വേസ്. എത്രയാണോ കാശ് കിട്ടുന്നത് പോരാത്തതിന് പ്രോഫിറ്റബിലിറ്റി FFP മറ്റേത് മറിച്ചതൊക്കെ കേൾക്കുന്നതിന് വളരെ സന്തോഷം തന്നെ. പക്ഷെ അത് അവിടെ കിടക്കട്ടെ. ബട്ട് ഫോർ കോണർ ഗാലഹേഴ്സ് ഫ്യൂച്ചർ, ഇപ്പൊ കാലം ഹച്ചനോടോയും പോലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നല്ലോണം കളിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ കോണർ ഗാലഹറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഫോർ മീ ഐ വുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ ആസ് കോണർ ഗാലഹർ ടു മൂവ് ഔട്ട് ഓഫ് ചെൽസി. ബാക്കി FFP മറ്റേത് വേറെ. ഇതിനിടയ്ക്ക് റീസ് ജെയിംസിന്റെ ഒക്കെ ന്യൂസ് ആരൊക്കെ ഉന്തി തള്ളി കേട്ടുന്നുണ്ട്. ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണോ തള്ളുന്നതിൽ ഒരു ലിമിറ്റും ഇല്ല. എനിവേ, do let me know guys നിങ്ങളുടെ തോട്ട്സ് കോണർ ഗാലഹറിനെ കുറിച്ച് in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karen.